ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഡോക്ടർ വന്നിട്ട് വിവരം പറയുകയാണ്, മൂപ്പൻ മരിച്ചു എന്ന കാര്യം. അപ്പോൾ അത് ഷോക്കായി നിൽക്കുകയാണ് കിരണും ബൈജുവും അതുപോലെ തന്നെ നമ്മുടെ രതീഷും. അങ്ങനെ ആ സമയത്ത് കല്യാണി വരുന്നുണ്ട്. എന്തായി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മൂപ്പൻ മരിച്ചു എന്ന് പറയുമ്പോൾ കല്യാണിക്കും അത് ഷോക്കായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് വേലു ഓടി വരികയാണ്. അപ്പോൾ വേലു പോലീസുകാർ വിട്ടു വേലുവിനെ. അങ്ങനെ വേലു ആശുപത്രിയിലേക്ക് ഓടി വന്നിട്ട്, സാറേ എന്തായി എൻ്റെ മാമന്, എങ്ങനെയുണ്ട് എൻ്റെ മാമന് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർക്കൊന്നും മറുപടി പറയാനാവാതെ അവരങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് കിരൺ പറയുന്നുണ്ട്, വേലു ഇങ്ങോട്ട് വായോ, അവർ പറയട്ടെ എന്നും പറഞ്ഞ് അവനങ്ങനെ മാറി വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ കിരൺ പറയുന്നുണ്ട് വേലുവിനോട്. ഇങ്ങനെ ഗംഗ കുത്തിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ട് ഒടുവിൽ അദ്ദേഹം പോയി എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വേലു വാ വിട്ട് കരഞ്ഞു പോവുകയാണ്, മാമ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് തലയ്ക്കൊക്കെ ഇങ്ങനെ കൈ വെച്ച് അടിക്കുകയാണ്. അങ്ങനെ കിരൺ വേലുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് എല്ലാവരും എത്തുകയാണ്. അതായത് കല്യാണിയും ബൈജു രതീഷൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ മൂപ്പൻ്റെ കാര്യങ്ങൾ ഒക്കെ ചെയ്യണം, മൂപ്പൻ്റെ നാട്ടിൽ പോയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, കൂടെ പോകണം എന്ന് ബൈജുവിനോടും രതീഷിനോടും പറഞ്ഞേൽപ്പിക്കുകയാണ് കിരൺ. അതുപോലെ തന്നെ കിരൺ പറയുന്നുണ്ട്, ഉടനെ തന്നെ ലക്ഷ്മി അമ്മയെ വിളിച്ച് വിവരം പറയണം, അവരിനി എന്തായാലും ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം തൻ്റെ ഫോൺ എടുത്തിട്ട് കിരൺ വിളിക്കുകയാണ് ലക്ഷ്മി അമ്മയെ. അങ്ങനെ ലക്ഷ്മി അമ്മ ഫോൺ എടുത്തിട്ട്, എന്തായി മോനെ അച്ഛനെ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛന് കൂടുതൽ തന്നെയാണ്, വലിയ കുറവൊന്നുമില്ല. പക്ഷെ അതിനല്ല ഞാനിപ്പോൾ വിളിച്ചത്, ലക്ഷ്മി അമ്മയുടെയും കാർത്തികയുടെയും ഒക്കെ ഇത് ശരിയായിരുന്നു, ഊഹം ശരിയായിരുന്നു, അവൻ മരിച്ചിട്ടില്ല ഗംഗപ്രസാദ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടുന്ന മോനെ അവനെ കണ്ടത്, ഇപ്പോൾ അവൻ എവിടെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൻ കാട്ടിനുള്ളിൽ ഞാൻ തല്ലിച്ചതച്ചിട്ട സ്ഥലത്ത് തന്നെ അവനുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാർ അവനെ കണ്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു. അവിടെ അവൻ വലിയ പാവത്താനായി നിന്ന് അവൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനാണെന്നൊക്കെ അഭിനയിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് അവൻ്റെ പേരും അവനൊരു ഫോട്ടോഗ്രാഫർ ആണെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യർ അവനെ വിശ്വസിച്ച് പോയി. അത് തന്നെയല്ല, അവിടുത്തെ മൂപ്പൻ ഇപ്പോൾ അവനെ കൊന്നിട്ട്, മൂപ്പൻ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ അവൻ മൂപ്പനെ കൊന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. മൂപ്പൻ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്, പക്ഷേ രക്ഷിക്കാനായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ മോനെ ഇവിടേക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷത്തിൽ വന്നത് അവൻ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പിക്കാം അത് അവൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കിരൺ. അപ്പോൾ തേനിൽ വിഷം ചേർത്തതോ അതും അവനായിരിക്കും. അതെ, തേനിൽ വിഷം ചേർത്തത് അവൻ തന്നെയാണ്. അവനൊരു കൂട്ടമരണമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അച്ഛനൊന്ന് വെറുതെ ഒന്ന് രുചിച്ചു നോക്കിയതേ ഉള്ളൂ, അപ്പോഴേക്കും വീണു. എന്തായാലും ഇനി കാർത്തികയുടെ വിവാഹമൊക്കെ അവൻ്റെ ലക്ഷ്യമാണ്. നിങ്ങളെ രണ്ടുപേരും ഇല്ലാതാക്കാൻ, അവൻ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ലാതാവണം എന്നാണ് അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് സൂക്ഷിക്കണം. തന്നെയല്ല, നിങ്ങൾ രണ്ടുപേരും അനാവശ്യമായിട്ട് പുറത്തേക്കൊന്നും പോവരുത്. പിന്നെ ദിലീപിനെയും വിളിച്ച് ഈ വിവരം പറയണം എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ കിരൺ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ലക്ഷ്മി അമ്മയുടെ അരികിലേക്ക് കാർത്തിക വരികയാണ്. അപ്പോൾ കാർത്തികയോടും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. കാർത്തികയും ആകെ ഞെട്ടിത്തെരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കാടിനുള്ളിൽ മൂപ്പൻ്റെ ബോഡി അങ്ങനെ കിടത്തിയിരിക്കുകയാണ് അവരുടെ ഊരിൽ, അവൻ്റെ വീട്ടിൽ. അങ്ങനെ ആ സമയത്ത് അവിടെ ഇരുന്നിട്ട് മൂപ്പത്തി പൊട്ടിക്കരയുകയാണ്. മൂപ്പ എന്നെ വിട്ടു പോവല്ലേ മൂപ്പ, കണ്ണു തുറക്കും മൂപ്പ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. വേലുവാണെങ്കിലും തൊട്ടരികിൽ തന്നെ ഇരുന്നിട്ട് മാമ എന്നും പറഞ്ഞ് കരയുകയാണ്. അമലുവാണെങ്കിൽ കുറച്ചകലെ അകത്തായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. രതീഷും ബൈജുവും ഉണ്ട്. ഫോറസ്റ്റുകാരും വന്നിട്ട് തൊപ്പിക്കൂരി ഫോറസ്റ്റുകാരും അവരിങ്ങനെ അദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വേലു പുറത്തേക്ക് പോവുകയാണ്. വേലിൻ്റെ കൂടെ ബൈജുവും രതീഷുമുണ്ട്. അപ്പോൾ വേലു പറയാണ്, ആ ദുഷ്ടൻ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ പറ്റിച്ചിട്ട് അവൻ ഇവിടെ നിന്ന് എൻ്റെ മൂപ്പനെ കുത്തിയിട്ട് രക്ഷപ്പെട്ടു. അവനെ എന്നെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ എന്തായാലും അവൻ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാടിറങ്ങും, ഞാൻ അവനെ കൊന്നിട്ട് ഞാൻ ഇനി കാട്ടിലോട്ട് തിരികെ കയറുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വേലു പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അവിടേക്ക് ഫോറസ്റ്റുകാർ വരികയാണ്. ഫോറസ്റ്റുകാർ ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് നീ ഞങ്ങളോട് ഇതുവരെ മറച്ചു വെച്ചത്, എന്താ പറയാഞ്ഞത് എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്തുകയാണ്.
അങ്ങനെ ആ സമയത്ത് വേലു പറയുകയാണ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയില്ല സാറേ, കാരണം എൻ്റെ മാമനും അമ്മായിയും അതുപോലെ അമലും ഒക്കെ അവനെ ഒരുപാട് വിശ്വസിച്ചു. അപ്പോൾ അവരെന്നെ വിലക്കിയിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ പറയരുത്. ഞാൻ പിന്നെ ഈ ഊരിൽ നിന്ന് പോകേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറയാതിരുന്നത്. അമലുവിനായിട്ട് തെറ്റായ പല രീതിയിലും അവനുമായി ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് പോലും ഞാൻ പറയാതിരുന്നത് എനിക്ക് പേടിയായിട്ടാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അല്ല, എപ്പോഴാണ് ഇനി മൂപ്പൻ്റെ സംസ്കാരം എന്ന് ചോദിക്കുമ്പോൾ അത് തീരുമാനിച്ചിട്ടില്ല, എന്തായാലും കാരണവന്മാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവരായിട്ട് തീരുമാനിക്കട്ടെ എന്നിങ്ങനെ വേലു പറയുകയാണ്. എന്നാൽ ഞങ്ങൾ ആ സമയത്തിന് എത്തിക്കോളാം എന്നും പറഞ്ഞ് ഫോറസ്റ്റുകാർ അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, ആ കിരൺ സാറ് പറഞ്ഞത് അനുസരിച്ചെങ്കിൽ ഇപ്പം എൻ്റെ മൂപ്പനിപ്പം ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്നിങ്ങനെ വേലു പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ വിശ്വസിച്ചില്ല. അദ്ദേഹം ഇവിടെ വന്നപ്പോഴും എന്നോട് കുറേ ചോദിച്ചതാണ് ഇങ്ങനെ ഒരാളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവന് വീണ്ടും വീണ്ടും അവൻ്റെ തെറ്റിങ്ങനെ ഏറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, അമലു എന്തേടാ എന്ന് ചോദിക്കുന്നുണ്ട് രതീഷും ബൈജും ഒക്കെ. അവളവിടെ അകത്തിരിക്കുന്നുണ്ടാവും. അവൾക്ക് എന്തായാലും അച്ഛൻ്റെ ബോഡി കാണാൻ സാധിക്കില്ല. അവളെ ഒന്ന് പോയി നോക്കിയിട്ട് വായു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ വേലു അമലുവിൻ്റെ അരികിൽ ചെന്നിരിക്കുമ്പോൾ അമല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈ കൂപ്പി മാപ്പ് പറയുകയാണ് അവനോട്. അപ്പോൾ ആ വേലു പറയുന്നത്, സാരില്ല, അതൊന്നും കുഴപ്പമില്ല, നീ സങ്കടപ്പെടാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവൻ ആ ദുഷ്ടൻ എവിടെയാണ്, ആ ദുഷ്ടൻ എന്നെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവനെ കൊല്ലുമെന്ന് വേലിങ്ങനെ പറയുമ്പോൾ അമല് പറയുകയാണ്, അവനെ കൈ കിട്ടുകയാണെങ്കിൽ എൻ്റെ മുന്നിലൊന്ന് നിർത്തി തരാൻ പറ്റും വേലുവേട്ട, ഞാൻ അവനെ കൊന്നു തരാമെന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഈ പറയുന്ന രതീഷിനെയും അതുപോലെ ബൈജുവും സംസാരിച്ചോടെ നിൽക്കാണ്. എന്തായാലും ഇവിടെയുള്ള തങ്ങൾ പാവങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേലുവിനെ നേരത്തെ തന്നെ പരിചയമുള്ളതാണ്. അവനൊരു പച്ച പാവമാണ്, അവൻ്റെ സംസാരം കേട്ടാൽ അറിയില്ല അവൻ പാവമാണെന്ന് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രതീഷ് ഇങ്ങനെ ബൈജുവിനോട് പറയുന്നുണ്ട്. എന്തായാലും അമലുവിന് തെറ്റ് പറ്റാഞ്ഞത് ഭാഗ്യമായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം വീണ്ടും ആശുപത്രിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആശുപത്രിയിലോട്ട് തിരികെ വന്നിരിക്കുകയാണ് രതീഷും അതുപോലെ ബൈജുവും കൂടിയിട്ട്. അപ്പോൾ എന്തായി, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ലാതും കഴിഞ്ഞു എന്ന് മറുപടി പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് എന്നാലും വല്ലാത്തൊരു ചതിയായിപ്പോൾ, ഇങ്ങനെ ഒരുത്തൻ ഇവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അപ്പോഴും പറയുന്നുണ്ട്, എന്തായാലും അമലുവിൻ്റെ മനസ്സ് കീഴടക്കി. അമലുവിന് 2 നഷ്ടമാണ് ഉണ്ടായത്, മനസ്സും തകർന്നു പോയി, പിന്നെ അച്ഛനെയും നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. എന്തായാലും വേറെ ആപത്തൊന്നും സംഭവിക്കാഞ്ഞത് ഭാഗ്യമായി എന്ന് പറയുമ്പോൾ ബൈജു പറയുകയാണ്, അത് സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ സാറേ എന്ന് അളിയ എന്നിങ്ങനെ പറയുന്നുണ്ട് കിരണിനോട്. എന്തായാലും അതിനുശേഷം അപ്പോൾ ആ ഒരു വാർത്ത കേട്ടിട്ട് അവരങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഈ പറയുന്ന ഗംഗപ്രസാദിനെ തന്നെയാണ്. അപ്പോൾ ഗംഗപ്രസാദ് അവനൊരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് വേറെ 2 കൂട്ടുകാരന്മാരായിട്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എന്നെ ഇപ്പോൾ പോലീസ് പരക്കം പാഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കും. എൻ്റെ കയ്യിലുള്ള ആ ഫോണുണ്ടല്ലോ, ആ വല വീശുന്നവൻ്റെ അവൻ്റെ ഫോൺ ട്രേസ് ചെയ്തിട്ടായിരിക്കും എന്നെ പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത ഉടനെ തന്നെ ഞാൻ ആ ഫോൺ പുഴയിലേക്ക് എറിഞ്ഞു. അങ്ങനെയല്ലേ നിങ്ങളെ കിട്ടിയത്. എന്തായാലും ആ മൂപ്പൻ എന്തായി കാണുമെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പക്ഷെ മരിച്ചു കാണും. കാരണം ആ മൂപ്പനെ കൊല്ലണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എൻ്റെ ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെ ഒരു ശരീരം അവർ രക്ഷപ്പെടുത്തി തന്നത് ആ മൂപ്പനൊക്കെ തന്നെയാണ്. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞ് എന്നെ കൊല്ലാൻ വന്നപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ അയാളെ കുത്തിയത്. ഒരു പക്ഷേ അയാൾ മരിച്ചു കാണും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ആ ലക്ഷ്മിയമ്മയും കാർത്തികയും അവിടെ ചെന്നിട്ടും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. തന്നെയല്ല, ആ വിഷം അവരെല്ലാവരും കുടിച്ചിരുന്നെങ്കിൽ കൂട്ടത്തോടുള്ളൊരു മരണമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതും നടന്നില്ല. ആ കിരണിൻ്റെ അച്ഛൻ മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും സമയമുണ്ട്, അതിനുള്ളിൽ ഞാൻ എന്തായാലും അവരെ തീർക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഗംഗ പറയുന്നുണ്ട്, അല്ലടാ എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ വല്ലതും കിട്ടോടാ അത് ചോദിക്കുകയാണ്. എനിക്ക് എന്തായാലും പുറത്തിറങ്ങാൻ പറ്റില്ല, എല്ലാ ഭിത്തിയിലും എൻ്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സാർ ഇവിടെ ഇരിക്കും, ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം, എന്തായാലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ആ 2 ഗുണ്ടകൾ അവിടെ നിന്ന് ഭക്ഷണത്തിനായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്